പെൻഷൻ വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്ന, പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ പെൻഷൻ തുക കൂട്ടിയിരിക്കുകയാണ്. 1600 രൂപയിൽ നിന്നും പെൻഷൻ തുക ഇപ്പോൾ 2000 രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. നവംബർ മാസം മുതലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർധനയിലുണ്ടായ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്തുക. അതായത് നവംബർ മാസം നിങ്ങൾക്ക് 3600 രൂപയായിരിക്കും നിങ്ങളുടെ കൈകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ കൂടിയ പെൻഷൻ എമൗണ്ടായ 2000 രൂപയും അതോടൊപ്പം തന്നെ പെൻഡിങ്ങിലുണ്ടായിരുന്ന 1600 ചേർത്തിട്ട് 3600 രൂപയായിരിക്കും ഈ ഒരു നവംബർ മാസം നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ടായിട്ട് എത്തുന്നത്. ഈ ഒരു എമൗണ്ടും കൂടി എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എമൗണ്ടും കൂടി നിങ്ങളുടെ കൈകളിലോട്ട് എത്തുമ്പോഴത്തേക്കും ഇതുവരെയും പെൻഡിങ്ങുള്ള എല്ലാ എമൗണ്ടും നിങ്ങൾക്ക് തന്നു തീർത്തിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ 5 മാസത്തെ പെൻഡിങ് എമൗണ്ടാണ് ഉള്ളത്. ഓണം ടൈമോട് കൂടിയിട്ട് 4 മാസത്തെ പെൻഡിങ് എമൗണ്ടും തന്നു തീർത്തിട്ടുണ്ട്. ഇനി ഒരു മാസത്തെ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഈ ഒരു നവംബർ മാസം നിങ്ങൾക്ക് 3600 രൂപയായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ പെൻഷൻ കൈപ്പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, ഈ ഒരു പെൻഷൻ എമൗണ്ട് വർദ്ധിപ്പിക്കുന്ന രീതിയിലെ കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കും ആ ഒരു മെസ്സേജിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെസ്സേജ് എല്ലാവരും നോക്കേണ്ടതാണ്. നിങ്ങൾ ആ ഒരു രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം ഫോൺ നമ്പറിലായിരിക്കും ഈ ഒരു പെൻഷൻ സംബന്ധിച്ച് മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന്. പിന്നെ അതുമാത്രമല്ല, 62 ലക്ഷം ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ വാങ്ങുന്നവർ അതിന് അർഹരാണോ എന്നും അവർ പ്രത്യേകം നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു പമ്പിച്ച രീതിയിലൊരു എമൗണ്ടാണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഈ ഒരു പെൻഷൻ്റെ കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കും. മസ്റ്ററിങ് ചെയ്യാത്തവർ മസ്റ്ററിങ് ചെയ്താൽ മാത്രമായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇനി തൊട്ടുള്ള പെൻഷൻ കിട്ടുക. അതുപോലെ തന്നെ ഒരുപാട് പേരോട് ഇപ്പോൾ വരുമാന രേഖ കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രേഖ കാണിക്കാൻ പറഞ്ഞവരാണെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു രേഖ നിങ്ങൾ അക്ഷയ മുഖാന്തരം പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും കാണിക്കേണ്ട കാര്യമില്ല. ചിലരുടെ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് ചിലർക്ക് മാത്രമായിരിക്കും ഈ ഒരു വരുമാന രേഖ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു വരുമാന രേഖ കാണിക്കേണ്ടതാണ്. കാരണം നമുക്ക് 1 ലക്ഷത്തിന് എബോവ് എമൗണ്ട് ഒരു വർഷത്തിൽ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊട്ട് പെൻഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളോട് വരുമാന രേഖ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുക. ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും മസ്റ്ററിങ് ചെയ്യാത്ത ഒത്തിരി പേരാണ് ഇപ്പോൾ അവർ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നവംബർ മാസം മുതൽ ഇവർക്ക് ചിലപ്പോൾ പെൻഷൻ മുടങ്ങാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിലും ഈ ഒരു വമ്പിച്ച പെൻഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലോട്ട് എത്തത്തുള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെസ്സേജ് എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഒരു രജിസ്റ്റർ ചെയ്ത ആ ഒരു ഫോൺ നമ്പറിലോട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ്. അതുവഴി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ടിൻ്റെ വർധനവിനെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി തൊട്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ മുടങ്ങിയിട്ടുണ്ടോ, ആർക്കൊക്കെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ, അവർക്ക് എന്തുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് അവരതിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് അറിയാത്തവരായിട്ടുണ്ടാകും. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റിൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് കാണാം. താങ്ക്